ഹായ് എവ്രി വൺ. സോ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻ പോലെയാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് പൈൽ 1 പൈൽ 2 ആയിട്ട് ചെയ്യാം. സോ പൈൽ 1 ആയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഇതൊന്നും വെക്കുന്നില്ല. ഫെബ്രുവരി 1 ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 1ഓ 2ഓ 2 പൈലാണ് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. സോറി, എൻ്റെ വീട് തൊട്ട് റോഡ് സൈഡിലാണ് കേട്ടോ വീട്. അപ്പോൾ പിന്നെ എവിടെ നിന്നൊക്കെ എത്രയൊക്കെ ഡോർ ക്ലോസ് ചെയ്താലും വിൻഡോസ് ക്ലോസ് ചെയ്താലും ശബ്ദം വരും. അതും എസ്പെഷ്യലി ഞാൻ റീഡ് ചെയ്യാനിരിക്കുമ്പോൾ എസ്പെഷ്യലി ഡിസ്റ്റർബൻസസ് വരാറുണ്ട്. ദയവ് ചെയ്ത് ഇഗ്നോർ ചെയ്യുക. ബിക്കോസ് നമ്മൾ പ്രകൃതിയിൽ നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. അത് ഈസ് എ പാർട്ട് ഓഫ് നാച്ചുറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. ഇന്നലെ ഒരു മെഡിറ്റേഷൻ, ഒരു 1 ഇയർ മുന്നേട്ട് മെഡിറ്റേഷനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ശബ്ദമില്ലാത്ത സമയത്തൊക്കെയാണ് മെഡിറ്റേഷൻസൊക്കെ റെക്കോർഡൊക്കെ ചെയ്യാറ്. സമയത്ത് വന്നു പോകുന്നത് എനിക്ക് അത് എന്താ പറയുക, നമുക്ക് പിന്നെ ഇരുന്ന് പിന്നെയും എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ടുള്ള റീഡിങ്സോ അല്ലെങ്കിൽ പേഴ്സണൽ ഗൈഡൻസോ ഹീലിങ്സോ എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, സോ ഇത് പൈൽ 1 പൈൽ 2 നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ട്വിൻ ഫ്ലെയിം കൺഫർമേഷൻസ്. ആർ യു ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി? ഒരുപാട് പേര് ട്വിൻ ഫ്ലെയിമിനൊന്നും അല്ല. കാരണം ക്രൂഷ്യലായിട്ട് സ്പിരിച്വൽ എവേക്കണിങ് ഈസ് ഹാപ്പണിങ്. അതാണ് സമാധി ലൈക്ക് സന്യാസം കൂടുതലും പേര് സ്വീകരിക്കുന്നത് സ്പിരിച്വൽ എവേക്കണിങ്ങിലൂടെ വന്ന് പറ്റൂ. കാരണം ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ടും പ്രകൃതിക്ക് വേണ്ടിയിട്ടും മെഡിറ്റേറ്റൊക്കെ ചെയ്താൽ തന്നെയാണ് എർത്തിൻ്റെ വൈബ്രേഷൻസ് ഒന്ന് പിടിച്ച് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയും വൈബ്രേഷൻസ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് കേൾക്കാം, അത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ള ഡെത്താണ്, അത്രയും പെയിൻഫുൾ ഡെത്താണ് അല്ലേ. തീ പൊള്ളിയൊക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും മൃഗങ്ങളുടെ അറ്റാക്കൊക്കെ വരുമ്പോൾ ആ ഒരു സോള് വേദനിച്ചിട്ടാണ് പോകുന്നത്. ആ ഒരു പെയിൻ പ്രകൃതി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചും താണ്ഡവം പോലെ വരും. അതിനൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ബ്ലെസ്സിങ്സ് സോളിന് കൊടുക്കുക. കൂടെയുള്ള ആ സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ബ്ലെസ്സിങ്സ് കൊടുക്കുക. അതാണ് ശരിക്കും ഒരു സ്പിരിച്വലി പോകുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം കേട്ടോ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ആയിട്ട് ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി റീഡിങ്സ് എടുക്കാൻ പറ്റില്ല, മീൻസ് ഒത്തിരി കാർഡ്സ് എടുക്കാൻ പറ്റില്ല. ഒരു 9 കാർഡ്സ് ചെയ്യണം. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. സോ ആർ യു ഇൻ ട്വിൻ ഫ്ലെയിം ജേർണി എന്നാണ് നോക്കുന്നത്. പൈൽ 1 നോക്കാം. 8 ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. പെൻറ്റക്കിൾസ് ഉണ്ട് 6. 3 ഓഫ് സോഡ്സ് ഇങ്ങനെ റിവേഴ്സ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചാരിയറ്റ് കാർഡ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ്. സോ ഇവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്നുള്ള കാർഡിലാണ് എനിക്ക് മൈനർ ആർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, ബോട്ടം നോക്കട്ടെ. ജസ്റ്റിസ് ആണ്. സോ മിയർലി ഇത് പ്യുവറായിട്ട് എന്ത് പറയാം, നമുക്ക് കർമ്മ അക്കൗണ്ട് ഉള്ളൊരു പേഴ്സൺസ് ആണ് പൈൽ 1 ചൂസ് ചെയ്തവരോടുള്ള പറയാനുള്ളത്. നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള കർമ്മയുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടായിരിക്കും. പ്രസൻറ്റ് ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ മറ്റുള്ളവർ പെയിൻ വേദനിപ്പിച്ചതായിരിക്കാം. റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് ലീവ് ചെയ്ത് പോയതായിരിക്കും. അതും ഒരു കർമ്മയാണ്. അത് അതർ സോള് വേദനിച്ചു അല്ലേ. അപ്പോൾ ഒരു ഇമോഷൻസ് വന്നില്ലേ, അപ്പോൾ അവിടെ ഒരു സോൾ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിലൊരു ജസ്റ്റിസ് ആണ് ഓവറോൾ എനർജി കാണിക്കുന്നത്. ജസ്റ്റിസ്, കർമ്മ. എനിക്ക് ലെഫ്റ്റ് ഇയർ നന്നായിട്ട് റിങ് ചെയ്യുന്ന പോലെയാണ് ഇത് റീഡ് ചെയ്യുമ്പോൾ. വിച്ച് മീൻസ് എനിക്ക് തോന്നുന്നു ഡിപ്പാർട്ടഡ് സോൾസ്, മേ ബി നിങ്ങളുടെ പാസ്റ്റ് ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സ് എന്തൊക്കെയോ ഉള്ള കർമ്മം കൊണ്ട് നിങ്ങൾക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഹീൽ ചെയ്യേണ്ട പീരീഡാണത്. ഏതെങ്കിലും സോളുകളെ വേദനിപ്പിച്ചിട്ടോ ലീവ് ചെയ്തിട്ടുണ്ട് ശരീരം. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഒരു റിങ്ങിങ് കേട്ടത്, അങ്ങനെ ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങളുടെ സോൾ പ്രസൻസ്, നിങ്ങളുടെ പാസ്റ്റത്തെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രസൻസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത പോലെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഫ്രീഡം ഇല്ലാത്ത ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ കെട്ടിയിടുന്ന അവസ്ഥ. എനിക്ക് ഇത്രയും പറ്റും, ലിമിറ്റഡ് ബിലീവ്സ്, ഇതൊക്കെ ലിമിറ്റഡ് ബിലീവ്സ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തടങ്കിൽ നിൽക്കുന്ന അവസ്ഥ, യുദ്ധഭൂമിയിലാണ്. റിലേഷൻഷിപ്പ് തകരുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തെറ്റായ റിലേഷൻഷിപ്പ്, ടോക്സിക് റിലേഷൻഷിപ്പ്, അത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. നിങ്ങളുടെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി വന്ന റിലേഷൻഷിപ്സാണ്. നൈറ്റ് ഓഫ് വാൻസ്, നിങ്ങളിലേക്ക് വരേണ്ട നല്ല ഫയർ അഡ്വഞ്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺസ് വരുന്നുണ്ട്. പക്ഷേ വരുന്ന ആൾക്കാർ റിവേഴ്സായി പോവുകയാണ്. കാരണം നല്ല ആൾക്കാരായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജി ബേസ് ചെയ്തിട്ട് അവരുടെ നല്ല എനർജി മാറി ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് വളരെ ഹൈ ആയിട്ട് കാണുന്നത്. ആൻഡ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരിക്കാം.
ഫിനാൻസ് ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ഇംബാലൻസ് എനർജിയാണ് കാണിക്കുന്നത്. ബിക്കോസ് അതൊക്കെ ഒരു കർമ്മ ടീച്ചിങ് ആണ്, കർമ്മ ലെസൺസ്. സോ മേ ബി നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ എന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ട്വിൻ ഫ്ലെയിം ജേണിയിലല്ല. നിങ്ങൾ ഒരു കാർമിക് ആയിട്ടുള്ള കണക്ഷൻസ്, കാർമിക് സോൾമേറ്റ് ആയിരിക്കും. മോർ ദാൻ സോൾമേറ്റിനേക്കാളും കാർമിക് കണക്ഷൻസ്, കർമ്മയുള്ള പേഴ്സൺസ് ആണ്. യു ഹാവ് വെരി ബാഡ് കർമ്മ ആൻഡ് ഗുഡ് കർമ്മ. പക്ഷേ ഗുഡ് കർമ്മ കുറവാണ്, ബാഡ് കർമ്മയാണ് കൂടി നിൽക്കുന്നത്. അതിൻ്റെ സഫറിങ്സ് ആണ് ഈ ഒരു മിഡിൽ പോർഷനിൽ കാണുന്നത് കേട്ടോ. ചാരിറ്റ് കാർഡൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ മേ ബി ആക്സിഡൻറ്റ് ആവുക, അതിലെന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് വരും. അങ്ങനെ എന്ത് തുടങ്ങുമ്പോഴും അവിടെ ഒരു തടസ്സം, ചലഞ്ചസ് ആണ്, ഒബ്സ്റ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെ നിങ്ങൾ ഉയരാൻ നോക്കിയാലും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫോർഗീവ്നെസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റീഡ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് ഇയർ ഇങ്ങനെ റിങ് ചെയ്തു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോളുകൾക്ക് നിങ്ങൾ ഫോർഗീവ്നെസ് കൊടുക്കാനുണ്ട്. ചതിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, വാക്ക് കൊടുത്തിട്ട് പാലിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇതൊക്കെ ബാധിക്കുന്നതാണ്. ഓക്കെ, അതാണ് ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. കർമ്മ, സാറ്റേൺ, നിങ്ങളെ സാറ്റേൺ, ശനി, മേ ബി ശനിയുടെ ഒക്കെ ഒരു അപഹാരം ഒക്കെ പറയാമല്ലോ, ശനി എനർജി ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ശനി ദേവനെ നിങ്ങൾ ഹീൽ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ്, ഓരോ ചക്രാസിലും ഓരോ പ്ലാനറ്റ്സ് അസോസിയേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ കർമ്മ ഒന്നുകൂടും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ കർമ്മ ജസ്റ്റിസ്, നിങ്ങൾ എപ്പോഴും സത്യം പറയാൻ ശ്രമിക്കുക, സത്യസന്ധമായി പെരുമാറാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതുമ്മ പിടിച്ച് ശരി നിങ്ങൾക്കിട്ട് പണി തരും. കാരണം അങ്ങനെയാണ് കർമ്മ ജസ്റ്റിസ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കർമ്മ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഒബ്സർവറായിട്ട് അവരുണ്ട്, നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. സോ യു ആർ ഇൻ എ കാർമിക് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷൻസിലായിരിക്കും. നമുക്ക് 8 അതിനിടയിലാണ് 3 ഓഫ് സോർഡ്സ് കാണിക്കുന്നത്. പിന്നെ 7, 6, 1. യെസ്, നിങ്ങൾക്ക് ലവേഴ്സ് കാർഡ് പോലെയൊക്കെ ഫീൽ ചെയ്യും. ലൈക്ക് ഒരു അങ്ങനത്തെ തോന്നിപ്പിക്കുന്ന ഒരു കാർമ്മ അക്കൗണ്ടാണ്, അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ പക്ഷേ നിങ്ങളതെന്ത് ചെയ്യണം? നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കർമ്മ ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ചെയ്തിട്ടുള്ളവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. നിങ്ങളിൽ വർക്ക് ചെയ്യുക. ഷാഡോ സെൽഫിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൈൻഡ് ഇമോഷണലൊക്കെ ഇംബാലൻസ് ആവാനുള്ള ചാൻസസ്, ഫിനാൻഷ്യലി ഇംബാലൻസ് ആവാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് ശരിക്കും നിങ്ങൾ കർമ്മ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. നമുക്ക് ചിറ്റ്സും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി, എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, കാണുന്നവർ, വരയ്ക്കുന്നവർ, പാടുന്നവർ, പല പല ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവർ. കുക്കിംഗ് ഒരു ഇതിൻ്റെ മേഖല തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക നന്നായിട്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ധാരാളം ഭാഗ്യങ്ങളും ലക്കൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങളൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഭാഗ്യങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരാനുള്ള ചാൻസസ് കൂടി കാണിക്കുന്നുണ്ട്. യെസ്, ഇൻറ്റ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് കറക്റ്റാണോ, ഞാൻ വിശ്വസിക്കാൻ പറ്റുമോ, എനിക്ക് വന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. നിങ്ങൾക്ക് വന്ന ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കണം. 2 എന്ന നമ്പർ ആൻഡ് ബാലൻസ് നോക്കൂ. 6 ഓഫ് പെൻറ്റക്കിൾസ്, ഇതും ഒരു ബാലൻസിനെ പറയുന്ന കാർഡാണല്ലേ. അപ്പോൾ ബാലൻസ് ഇല്ലെങ്കിൽ ബാലൻസിലേക്ക് വരാം. സബ് കോൺഷ്യസ് ബാലൻസ് കൊണ്ടുവരാം. ഇക്വാലിറ്റി, നിങ്ങൾക്ക് ഇക്വാലിറ്റി കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യും, മറ്റുള്ളവർക്ക് കുറേ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയല്ല, എല്ലാ സോളുകളും എനർജി സെയിം ആണ് എന്ന് മനസ്സിലാക്കി, എല്ലാം ഡിവൈനിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്കണക്ട് ആൻഡ് ബോർഡം 4, വിച്ച് മീൻസ് ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ ചെയ്തും നടക്കുന്നില്ലെങ്കിൽ നമുക്കൊരു എനർജി ഡൗൺ ആവുന്ന അവസ്ഥ. അപ്പോൾ ഡിസ്കണക്ട് ചെയ്യാൻ പറയുന്നു. ഒന്ന് അതിൽ നിന്നൊക്കെ വിട്ട് നിന്ന് ഒന്ന് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിയെങ്കിലും ചെയ്ത് ഒന്ന് നിങ്ങളുടെ എനർജിയിലേക്ക് കണക്ട് ചെയ്യൂ, ഇൻറ്റ്യൂഷനിലേക്ക് കണക്ട് ചെയ്യൂ എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഒരു ചിറ്റ്സും കൂടി എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. അതോറിറ്റി, നിങ്ങൾക്ക് പവർ അതോറിറ്റി ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടെ ഒരു റെഡ് കളർ കാണിച്ചിട്ടുള്ളത്. റെഡ് കളർ എപ്പോഴും റിപ്രസെൻറ്റ് ചെയ്യുന്നത് പാഷൻ, ആക്ഷൻ, അതോറിറ്റി, അഡ്വെഞ്ചേഴ്സ്, ഇതിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യുക. അതാണ് പറയുന്നത്. അപ്പോൾ മേ ബി ഈ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർ അഫ്കോഴ്സ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജിയിലല്ല കേട്ടോ, ഒരു കാർമിക് കണക്ഷനിലാണ്. പിന്നെ ഞാൻ പറയുന്നു, ശബ്ദങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. റീഡിങ്സിലിരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇല്ലാത്ത ശബ്ദങ്ങൾ വരാറുണ്ട്. അതൊക്കെ നമ്മുടെ ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റിലൊക്കെ ഞാൻ വീഴില്ല, ഞാനത് എന്തുവാണെങ്കിലും ഓക്കെ ഫൈൻ. കാരണം പ്രകൃതിയിൽ നമുക്ക്
പല ജീവജാലങ്ങളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ എക്കോസിസ്റ്റം. സോ നിങ്ങളും അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആദ്യമൊക്കെ ഞാനിങ്ങനെ ശബ്ദം വരുമ്പോൾ അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് എഗെയിൻ എത്ര പ്രാവശ്യം ഞാൻ ടേക്ക് എടുക്കും. സോ പിന്നെ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ നേച്ചർ. ആക്സെപ്റ്റൻസ്, ഇവിടെ ആക്സെപ്റ്റൻസ് എന്നൊരു കാര്യം കൂടിയാണ് എന്നെ പഠിച്ചത്. ഞാനത് പഠിച്ചു. അപ്പോൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഒരു മെഡിറ്റേഷൻ DMDF ബാലൻസിങ് ഒരുപാട് പേര് ചെയ്യുന്ന മെഡിറ്റേഷൻ ആരും അങ്ങനത്തെ കമൻറ്റ് പറഞ്ഞിട്ടില്ല. മേ ബി അവർ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അതിലെന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ട് നോക്കിയില്ല, സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും റെക്കോർഡ് ചെയ്യാനൊക്കെ ശബ്ദമില്ലാത്ത സമയത്ത്. പക്ഷേ എങ്ങനെ ഞാൻ നോക്കിയാലും അത് ശബ്ദം വരും. കാരണം നമ്മൾ 3D ലൈഫിലാണ് ജീവിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് അങ്ങനെയല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 3D ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എത്രയൊക്കെ നമുക്ക് അവരെങ്ങനെയൊക്കെ നോക്കിയാലും സൗണ്ട് വരും. അത് അങ്ങനെയാണത്. സോ ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യുക. വേറെ കുറേ ചാനൽസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാം. ഓക്കെ, സോറി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുന്നു. കാരണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷനിൽ ഒരു കാര്യം കൂടി, സ്പിരിച്വൽ ജേർണിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ശബ്ദം ഒക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ ഇരുന്ന് നോക്കിയാൽ നടക്കില്ല. നമ്മളെല്ലാ ശബ്ദത്തിലും എൻജോയ് ചെയ്യാനും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ പല സമയത്തും ഹീലിങ്സൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്തും 3D ഡ്രാമ ബാക്കിൽ നടക്കുന്നുണ്ടായിരിക്കും എന്ന് കരുതി ഞാനീ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഇഗ്നോർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ, കാരണം നമ്മൾ ആക്സെപ്റ്റൻസ് മോഡാണ് അല്ലേ. എന്തിൽ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും. മെഡിറ്റേഷൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലാതെ നമ്മൾ വെറുതെ ഇത് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം ബിഗിനേഴ്സ് ആയിരിക്കാം, അവർക്കൊരു സപ്പോർട്ട് വന്നിട്ടുണ്ടായിരിക്കാം, ചോദിക്കുന്നുണ്ടായിരിക്കും ഒരു ശബ്ദവും അല്ലാതെ അതുപോലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. പക്ഷെ ഗ്രാജുവലി നമ്മൾ പിന്നെ മനസ്സിലാക്കും മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പൈൽ ഇതാണ്. സോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല. ഒരുപാട് പേർക്ക് സ്പിരിച്വൽ അവേക്കിങ് നടക്കുന്ന സമയമാണ്. കാരണം ഇനി ക്രൂഷ്യലായിട്ടും ഗ്രാജുവലായിട്ടൊക്കെ നടക്കും. കാരണം അത്രയും എനർജി വൈബ്രേഷൻസ് ആണ് ഭൂമിയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ തടയണമെങ്കിൽ കുറേ പേര് ഈ ഒരു എനർജിയിൽ വന്നാലാണ്. അതാണ് കുറേ സന്യാസികളൊക്കെ ആവുന്ന കണ്ടില്ല. അത് മഹാകുംഭമേള ഒക്കെ ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി പൈൽ 2നെയാണ്. പൈൽ 2ൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ഇങ്ങനെ എടുക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ് ഞാൻ പല രീതിയിലൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇൻറ്റ്യൂറ്റീവ്ലി തോന്നുന്നതാണ് അങ്ങനെ എടുക്കാൻ. ചലഞ്ചസ്, മജീഷ്യൻ, 2 ഓഫ് കപ്സ് കാണിക്കുന്നു എന്ന് കരുതി നമുക്ക് ചാടി കയറി പറയാൻ സാധിക്കില്ല. എഗെയിൻ 8 ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. നോക്കട്ടെ, ട്വിൻ ഫ്ലെയിമിൻ്റെ ആയിട്ടുള്ള ഒരു എനർജി എന്താണ്? 2 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഒരു കുറച്ചുകൂടി കാർഡ്സ് എടുക്കട്ടെ. ഓക്കെ, ഫൂൾ കാർഡ് ഉണ്ട്, ജഡ്ജ്മെൻ്റ് ആണ്. യെസ്, അത് തന്നെ എനിക്കും ഫീൽ ചെയ്തൊരു എനർജി. ഓക്കെ ഫൈൻ. ഹെർമിറ്റ് കാർഡ് വേണമെങ്കിൽ എടുക്കാം, വന്നു. എഗെയിൻ ലവേഴ്സ് കാർഡ്. ഓക്കെ ഫൈൻ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഓഫ് പൈൽ 2 ചൂസ് ചെയ്തവർ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഭയങ്കര അബണ്ടൻ്റ് ആയിട്ട് ലേഡി ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ഭയങ്കര ഫാദർ ഫിഗർ വളർത്തിയൊരു പേഴ്സൺ ആണ്, ഭയങ്കര റൂഡാണ്, അല്ലെങ്കിൽ അധികം ഇമോഷണലി എന്താ പറയുക, നമുക്ക് ഇമോഷൻസ് കാണിക്കാൻ അവർക്ക് അറിയില്ല. സപ്രസ് ചെയ്ത് വെക്കാനാണ് അവർ പഠിച്ചിട്ടുള്ളത്. മേ ബി ഫാദർ വളർത്തിയ കുട്ടിയായിരിക്കും, അമ്മയില്ലാത്ത കുട്ടിയായിരിക്കും. അമ്മ ഉണ്ടെങ്കിലും അമ്മ സൈലൻ്റ് ആയിരിക്കാം. മനസ്സിലായോ? ചലഞ്ചസ് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രയും പവർ ഉണ്ട്, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാനുള്ള പവർ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് എനർജിയാണ് വന്നത്. കാരണം നോക്കൂ, ജഡ്ജ്മെൻ്റ് ആണ്. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ട്വിൻ ഫ്ലെയിം ജേർണി ആണെന്ന് കംപ്ലീറ്റ് ആയിട്ടും പറയാൻ സാധിക്കില്ലാത്തൊരു എനർജിയാണ്. ബിക്കോസ് 2 കപ്സ് ഉണ്ട്. 2 ഓഫ് കപ്സും ലവേഴ്സ് കാർഡ് ഉണ്ടെങ്കിൽ പോലും ജഡ്ജ്മെൻറ്റിലാണ്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾ ആ ഒരു ജേർണിയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങളിങ്ങനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നല്ല കർമ്മയുണ്ട്. കർമ്മ കണക്ക് കുറച്ചധികമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഇന്നോവൊക്കെ ചെയ്ത് നിങ്ങളൊന്നും കൂടി എനർജി വൈബ്രേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അതിൻ്റെ എനർജീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഭാഗത്ത് വർക്ക് ചെയ്യണം. കുറച്ച് നാൾ നിങ്ങൾക്ക് സന്യാസ യോഗമൊക്കെ തരും. അതിലൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യും. അങ്ങനെ തന്നിട്ട് അവൻ എന്നെ പറ്റിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തന്ന ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നോർമൽ 3D ലൈഫിലേക്ക് പോകാൻ വിത്ത് ലോട്ട് ഓഫ് കർമ്മ അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ.
ഈ കേസ് ഓഫ് പെൻഡക്കിൾസ് തരും. നിങ്ങൾക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യും യൂണിവേഴ്സ്, ഒരുപാട് തരം തരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അല്ല, എനിക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ആം ഹാപ്പിയാണ്, എനിക്ക് ഡിവൈൻ്റെ പ്രസൻസ് മതി, എനിക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു യൂണിയൻ അല്ലെങ്കിൽ സ്പിരിച്വൽ യൂണിയൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സൺസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു ജഡ്ജ്മെൻറ്റ് ആണ് വന്നത്, മനസ്സിലായോ? പക്ഷെ അതിൽ നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലവേഴ്സ് ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്കുള്ള പ്രൊമോഷനാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലെങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റീഡിങ് വരുന്നത്. കാരണം കുറേ പേരുടെ എനർജി ഉണ്ടല്ലോ. 8 ഓഫ് വാൻസ് ഉണ്ട്, 9 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, എല്ലാം കോമ്പിനേഷൻസ് ഉണ്ട്. 9 2 തരം കോമ്പിനേഷൻസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 2 6 8 കർമ്മ ഉണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സ്പിരിച്വൽ, കാരണം കർമ്മ ഉള്ളത് കൊണ്ട് സ്പിരിച്വൽ ടച്ച് വരും. ആൻഡ് സ്പിരിച്വലി നമുക്ക് സറണ്ടർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കർമ്മയൊക്കെ റിലീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് വന്നിട്ടും എത്ര ഹീൽ ചെയ്താലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കുറച്ച് പാട്ടുണ്ട്, അത് നമ്മൾ ചെയ്യണം. അല്ലാതെ ഹീലറൊക്കെ ചെയ്യട്ടെ, അവരെൻ്റെ ഹീലിംഗ് ഒക്കെ ചെയ്ത് ഞാനൊന്നും വർക്ക് ചെയ്യില്ല എന്നൊരു കാര്യമില്ല. അവരോട് എനർജി സെൻഡ് ചെയ്താലും നമ്മളെ ഭാഗത്ത് നിന്ന് വർക്ക് ചെയ്താലാണ് എനർജി വന്ന് നമ്മൾക്ക് അത് നല്ല പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ, മനസ്സിലായോ? സോ ഇന്നർ വർക്ക് ഈസ് മസ്റ്റ്. അതാണ് ഈ ഒരു കാർഡിൽ എനിക്ക് കാണുന്നത്. ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 75% ഈ ഒരു ജേർണിയിലാണെന്ന് പറയാം. ബാക്കി നിൽക്കുന്ന പെർസെൻറ്റേജ് നിങ്ങളെ ഒന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് അത് തരണോ വേണ്ടയോ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് ട്വിൻ ഫ്ലെയിം മിഷൻ തരുമ്പോൾ നിങ്ങൾ സ്വാർത്ഥരല്ലാതെ വർക്ക് ചെയ്യണം. എല്ലാവരും എൻ്റെ എനർജി ആണ്, എൻ്റെ പോലത്തെ എനർജി തന്നെയാണ്, അവരെ ഹീൽ ചെയ്യാനാണ് എൻ്റെ പാർട്ട് എന്ന് മനസ്സിലാക്കി ചെയ്യണം. കാരണം അവിടെ മിഷനിലേക്ക് വരുന്ന ഒരുപാട് അബണ്ടൻസ് ഒക്കെ തരും. കാരണം ഒരുപാട് പേരെ ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ചാരിറ്റി ചെയ്യാനും പല രീതിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വാർത്ഥത കാണിക്കുമെങ്കിൽ അത് യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് ആണ്, നിങ്ങളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെൻ്റ് ആണ് ഗബ്രിയൽ. ഓക്കെ, സോ കർമ്മയുണ്ട്, ഡെത്തും റീബർത്തും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കും, എൻഡിങ്സും ബിഗിനിങ്സും. പക്ഷെ അതെല്ലാം ഡിവൈൻ്റെതാണ്. കാരണം നമുക്ക് ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകാനില്ല. കൊണ്ടുപോകുന്നത് കർമ്മ അക്കൗണ്ടാണെന്ന് എപ്പോഴും ചിന്തിക്കുക. നമ്മൾ ഒരുപാട് ധനം സമ്പാദിച്ചാലും ഇതൊക്കെ ഇവിടെ ലീവ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. മരിച്ചു പോകുമ്പോൾ കയ്യിലൊരു കിഴി കെട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമ്മളിട്ട ഗോൾഡ് പോലും ഊരി വെക്കില്ല, അത് ആരെങ്കിലും ഇട്ട് കത്തിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നോർത്തിലൊക്കെ ചെയ്യുന്നു തോന്നുന്നു. ആ ഒരു അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് എത്ര കറക്റ്റാണെന്ന് അറിയില്ല, ഞാൻ കാശിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ബുക്സൊക്കെ വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അത് കത്തിക്കുന്ന ആൾക്കാരെടുക്കും എന്നാണ്. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അവർ ആ കാശിയിലൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ട് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, കോയിൻസും അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതും അവർ കൊണ്ടുപോകുന്നില്ല, വേറെ ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെയാണ് ശ്രീദേവി ശ്രീദേവി മരിച്ചപ്പോൾ അങ്ങനെ കേട്ടു. എനിക്കത് എത്ര കറക്റ്റാണെന്ന് അറിയില്ല കേട്ടോ. അവരുടെ ഗോൾഡ് എന്തോ അതുപോലെ ഇട്ട് കൊടുത്തു എന്ന്. പക്ഷെ അത് അവരെ ഈ ഒരു കർമ്മൊക്കെ ചെയ്യുന്ന കർമ്മികൾ അത് പിന്നെ എടുത്തു. കാരണം അവരത്രയും ലോ കാസ്റ്റാണ്, അവർക്ക് അത്രയും സാമ്പത്തികം കുറവുള്ള ആൾക്കാരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം ലീവ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് എല്ലാവരും ഡിറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്ഡ് ആവൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡിറ്റാച്ച്മെൻറ്റ് വലിയൊരു ഫാക്ടറാണ്. ഡിറ്റാച്ച്ഡ് ആയിട്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക. അൺകണ്ടീഷണൽ ലവ് മതി, ഒരു കണ്ടീഷൻസും വേണ്ട. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ പൈൽ 2 ചൂസ് ചെയ്തവർ ഒരു വേണമെങ്കിൽ പറയാം ട്വിൻ ഫ്ലെയിം ലൈക്ക് എന്ന് പറയാം, ട്വിൻ സോൾ എന്ന് പറയാം. പക്ഷെ എന്നാങ്കിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റിൽ തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് തന്നെ ചെയ്യണം. നിങ്ങൾ ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഹീൽ ചെയ്ത് പോകണം. ഓക്കെ, അതാണ് കാണിക്കുന്ന പൈൽ 2. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാനെപ്പോഴും ആഗ്രഹിക്കാറ് ഏറ്റവും ആവശ്യമുള്ളവരുടെ കണ്ണിലേക്ക്, വേണ്ടവരുടെ കണ്ണിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് വീഡിയോസ് എത്തണമെന്നാണ് എപ്പോഴും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ വയ്ക്കുന്ന ഒരു വൈബ്രേഷൻസ്. ഒരുപാട് പേര് കാണുന്നേക്കാളും ഇഷ്ടം വേണ്ടവരെ കയ്യിലേക്ക് എത്തുമ്പോൾ അതാണ് യൂസ്ഫുൾ ആയിരിക്കാം. അവർ വർക്ക് ചെയ്യുന്നു. അല്ലാത്തവരെ ചുമ്മാ അത് നെഗ്ലക്റ്റ് ചെയ്ത് പോകില്ല. അപ്പോൾ ഞാനിടുന്നപ്പോൾ ഒരു 19 മിനിറ്റ് അത്രയും പ്രഷ്യസ് ആണ്. അത് എത്ര കോടികൾ തന്നാലും തിരിച്ചെനിക്ക് കിട്ടാത്തൊരു സമയമാണ്. ഇന്നലെ 31 31 കഴിഞ്ഞൊരു സെക്കൻഡ് നമ്മളേക്കും 1 ഫെബ്രുവരി 1 ഞാൻ ചിന്തിച്ചു ഇനി ഞാൻ 31 കിട്ടില്ല, 2025 കിട്ടില്ല, 2026 കിട്ടും. അത് പോയി. സോ ടൈം അത്രയും പ്രഷ്യസ് ആണ്. അതിന് എനർജിയിലേക്ക് വരുന്നൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ പേഴ്സണൽ റീഡിങ്സോ ആകാശ റെക്കോർഡ്സ് റീഡിങ്സോ സബ് കോൺഷ്യസ് ഹീലിങ്സോ എന്തെങ്കിലും ഹീലിങ്സോ കാര്യങ്ങളോ റീഡിങ്സോ വേണമെങ്കിൽ പെയ്ഡ് ആയിരിക്കും. വാട്സപ്പ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.